ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾ നിൽക്കുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻസിയിൽ, ഗർഭാവസ്ഥയിൽ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തെല്ലാം കഴിച്ചുകൂടാ. പലരും പറയാറുണ്ട് പ്രഗ്നൻസിയിൽ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ അബോർട്ടായി പോകും, പ്രഗ്നൻസിയിൽ ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി കറുത്തു പോകും, പ്രഗ്നൻസിയിൽ കുങ്കുമപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി വെളുക്കും. ഇങ്ങനെ പല തരത്തിലുള്ള വിശ്വാസങ്ങളും പ്രചാരങ്ങളും എല്ലാം ഉണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പല മലയാളികൾക്കും അറിയുകയില്ല. പ്രഗ്നൻസിയിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ച് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അത് ശരീരത്തിൻ്റെ വളരെ സാധാരണയായിട്ടുള്ള ഒരു രീതി മാത്രമാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, ഒരു ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക്, അതായത് അവർ കഠിനമായി ജോലി ചെയ്യുന്നവരല്ല എങ്കിൽ അവർക്ക് ഒരു ദിവസം ആവറേജ് 1800 മുതൽ 2000 കിലോ കാലറി വരെ എനർജി ആവശ്യമാണ് ഒരു ദിവസം. എന്നാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ, ഗർഭിണിയാകുന്ന സമയത്ത് നിങ്ങൾക്ക് 2350 കിലോ കാലറി എനർജിയാണ് പരമാവധി ആവശ്യം. അതായത് 350 കിലോ കാലറി മാത്രമാണ് അഡീഷണൽ ആവശ്യം. ഇത് കിട്ടാൻ വേണ്ടി അമിതമായി ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല. നല്ല ഭക്ഷണങ്ങൾ ക്രമമായി കഴിച്ചാൽ മതിയാകും. പലരും ശ്രദ്ധിക്കാറുണ്ട്, അതായത് ഗർഭിണിയാണ്, വയറ് നിറയെ ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും പല സാധനങ്ങളും കൊണ്ടുകൊടുത്ത് സംഭവിക്കുന്ന എന്താണ്? നോർമലി ഒരു പ്രഗ്നൻസിയിൽ 7 മുതൽ 10 കിലോ വരെ വെയിറ്റ് കൂടും. എന്നാൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അമിതമായി ഭക്ഷണം കഴിച്ച് ഏതാണ്ട് 15 മുതൽ 20 കിലോ വരെ പ്രഗ്നൻസിയിൽ വെയിറ്റ് കൂടാറുണ്ട്. പലരും ഡെലിവറി കഴിഞ്ഞാൽ ഈ വെയിറ്റ് കുറയാറുമില്ല, വണ്ണം വെച്ച് തന്നെ ഇരിക്കും. പല സ്ത്രീകളും വണ്ണം വയ്ക്കുന്നതിൻ്റെ പ്രധാന കാരണം ചിട്ടയല്ലാത്ത ഭക്ഷണ രീതി കൊണ്ട് തന്നെയാണ്. പ്രഗ്നൻസിയിൽ നാം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ 3 മാസത്തെ ഭക്ഷണം ഏറ്റവും പ്രധാനം. പലർക്കും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് അറിവുള്ളത്. എന്നാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഭക്ഷണക്രമത്തിൽ നല്ല മാറ്റം വരുത്തണം എന്നുള്ളത് ഏറ്റവും പ്രധാനം. അതിൽ അറിയേണ്ട കാര്യം, ഫോളിക് ആസിഡ് നിങ്ങൾ കൃത്യമായി കഴിച്ചിരിക്കണം. അതായത് നിങ്ങൾ ഗർഭിണിയാകാനായി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് വൈറ്റമിൻ ഫോളിക് ആസിഡ് സ്ഥിരമായി സ്റ്റാർട്ട് ചെയ്യുക. അത് ഡെലിവറി കഴിഞ്ഞ് ഒരു 3 മാസം വരെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചെയ്യേണ്ടതാണ്. കാരണം ഫോളിക് ആസിഡ് ചെന്നില്ല എങ്കിൽ അത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്, അതായത് പ്രഗ്നൻ്റായി ആദ്യത്തെ 2 ആഴ്ച തന്നെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്സ് കൃത്യമായി നടക്കുന്നുണ്ട്. ഇതിന് ഫോളിക് ആസിഡ് വളരെ അത്യാവശ്യമാണ്. ഫോളിക് ആസിഡ് ഉള്ളത് ഇലക്കറികളുണ്ട്, ഈന്തപ്പഴത്തിലുണ്ട്, ശർക്കരയിലുണ്ട്. ഇത് മാത്രമല്ല, ഫോളിക് ആസിഡ് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമല്ല, ആദ്യത്തെ 3 മാസം കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക. പലപ്പോഴും പ്രഗ്നൻസിയിൽ അമിതമായി ഛർദിൽ ഒരു 2 മാസം മുതൽ 4 മാസം വരെ സ്ത്രീകൾക്ക് ഓർക്കാനും ഛർദിൽ, അസിഡിറ്റി ഇവ കൂടുതലായി കാണാറുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടത്, നിങ്ങൾ വയർ നിറയെ ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കി നിങ്ങൾ കുറച്ച് ഭക്ഷണം ഇടവിട്ട് കഴിക്കുന്ന ശീലത്തിലേക്ക് വരിക. അതായത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നല്ല കാർബോഹൈഡ്രേറ്റ്, അതായത് ഒരുപക്ഷെ റസ്കോ, ബിസ്ക്കറ്റോ, ബ്രെഡോ നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ 1-2 പീസ് കഴിക്കണം. കഴിച്ചതിന് ശേഷമേ ബ്രഷ് ചെയ്യാനായി പോലും പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വെറും വയറാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വോമിറ്റ് ചെയ്തു എന്ന് വരാം. രാവിലെ വോമിറ്റിങ്ങോട് കൂടി ഒരു ഗർഭിണിക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ അവർക്ക് ഓർക്കാനവും ബുദ്ധിമുട്ടും കണ്ടു എന്ന് വരാം. അതിനാൽ ഇത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നത് മുറിച്ച് ഒരു ദിവസം 6 നേരമായി കഴിക്കുക. കുറച്ച് ഭക്ഷണം ചെറിയ ഇൻ്റർവെല്ലുകൾ എടുക്കുക. പലപ്പോഴും ആദ്യത്തെ 3 മാസം പപ്പായ കഴിക്കരുത്, അത് അബോർഷന് കാരണമാകും എന്നൊരു പ്രചരണമുണ്ട്. എന്നാൽ തെറ്റാണ്. അറിയേണ്ട ഒരു കാര്യം, പപ്പായയിൽ പപ്പൈൻ എന്നൊരു ആൽക്കലോയിഡ് ഉണ്ട്. പപ്പൈൻ എന്ന് പറയുന്ന ആൽക്കലോയിഡാണ് അബോർഷന് കാരണമാകുന്നത്. എന്നാൽ അറിയേണ്ടത്, പപ്പൈൻ പച്ച പപ്പായയിൽ മാത്രമേ ഉള്ളൂ, പഴുത്ത പപ്പായയിൽ ഇത് ഇല്ല. അതിനാൽ പഴുത്ത പപ്പായ ഗർഭാവസ്ഥയിൽ ഗർഭിണികൾക്ക് കഴിക്കാവുന്ന നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് അയൺ, ഫോളിക് ആസിഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഏറ്റവും നന്നായി ഗർഭിണികൾക്ക് ലഭിക്കുന്നത് ഈന്തപ്പഴത്തിൽ നിന്നുമാണ്. ദിവസം 8 മുതൽ 10 ഈന്തപ്പഴം വരെ ഗർഭിണികൾ കഴിക്കുന്നത് നല്ലതാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത്, പലരും പറയാറുണ്ട് ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി കറുത്തുപോകും എന്ന് പറയാറുണ്ട്. എന്നാൽ അതൊരു ശുദ്ധ അസംബന്ധം മാത്രമാണ്. അങ്ങനൊരു സിറ്റുവേഷൻ ഇല്ല. അതുപോലെ തന്നെ അവർക്ക് മിതമായ അളവിൽ ദിവസവും പ്രോട്ടീൻസ് നൽകുന്നത് നല്ലതാണ്. പ്രോട്ടീൻസ് നൽകുക എന്ന് പറയുമ്പോൾ ചെറുപയർ, കടല, പരിപ്പ് തുടങ്ങിയിട്ടുള്ള വെജിറ്റബിൾ പ്രോട്ടീൻസ് ആകാം, മുട്ടയുടെ വെള്ള, ഇറച്ചി, മീൻ തുടങ്ങിയിട്ടുള്ള ആനിമൽ പ്രോട്ടീൻസും അവർക്ക് സ്ഥിരമായി നൽകണം.
സോയാബീൻ മിൽക്ക് അവർക്ക് നൽകാവുന്നതാണ്. അത് പ്രോട്ടീനാണ്. ഇത് മാത്രമല്ല, മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഗർഭിണികൾക്ക് ചെറിയ മത്സ്യം നൽകുന്നതാണ് നല്ലത്. വലിയ മത്സ്യങ്ങൾ അത്ര സജസ്റ്റബിൾ അല്ല. കാരണം വലിയ മത്സ്യങ്ങളിൽ മെർക്കുറിയുടെ കണ്ടന്റ് കൂടുതലുള്ളതായി പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്. കാരണം ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ കൂടുതലും ആഴക്കടലിൽ കൊണ്ടുപോയി കമ്പനികൾ നിക്ഷേപിക്കുന്നത് മൂലം വലിയ മത്സ്യങ്ങളുടെ മാംസത്തിൽ മെർക്കുറിയുടെ കണ്ടന്റ് ഉള്ളതായി പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതിനാൽ ഗർഭിണികൾ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമങ്ങൾ കൃത്യമായി അവർ കഴിച്ചിരിക്കണം. രാത്രിയുള്ള ഭക്ഷണം കഴിയുന്നത്ര നേരത്തെ കഴിക്കുക. രാവിലെയുള്ള ഭക്ഷണം അവർ ഉണർന്നു കഴിഞ്ഞാൽ അരമണിക്കൂറിനകത്ത് തന്നെ എന്തെങ്കിലും കഴിച്ചിരിക്കണം. കഴിയുന്നത്ര ചായയും കാപ്പിയും എല്ലാം ദിവസം 2 കഴിക്കുന്നതാണ് നല്ലത്. കൂടുതലാകുന്നത് നല്ലതല്ല. ഗർഭാവസ്ഥയിൽ തൈര് നല്ലതാണ്, പാല് നല്ലതാണ്, ഇലക്കറികൾ നിർബന്ധമായും കഴിക്കണം. ദിവസവും ഉച്ചയ്ക്ക് അവരുടെ ഭക്ഷണത്തിൽ പയറും ഉണ്ടാവണം, മീനും ഉണ്ടാകണം, സാലഡും ഉൾപ്പെടുത്തിയിരിക്കണം. വെള്ളം ധാരാളം ഗർഭിണികൾ കുടിച്ചിരിക്കണം. കാരണം ഗർഭാവസ്ഥയിൽ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് പലപ്പോഴും കുട്ടികൾക്ക് അത്ര നല്ലതല്ല. ഇത് മാത്രമല്ല, പലപ്പോഴും ഒരു 3-ാം മാസം മുതൽ തന്നെ കുങ്കുമപ്പൂ, പ്രത്യേകിച്ച് പ്രവാസികളുടെ വീട്ടിൽ കുങ്കുമപ്പൂ കൂടുതലായി നൽകുന്നത് കണ്ടിട്ടുണ്ട്. കുങ്കുമപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി വെളുത്തിരിക്കും എന്നുള്ള ഒരു വിശ്വാസം ഇന്ന് ഏറെ പ്രചാരത്തിലുണ്ട്. എന്നാൽ വളരെ ശുദ്ധമായ തെറ്റിദ്ധാരണയാണ്. എന്നാൽ അതുകൊണ്ട് കുഴപ്പം കൂടെ ഉണ്ടാകുന്നുണ്ട് എന്ന് അറിയുക. അതായത് കുങ്കുമപ്പൂ സ്ഥിരമായി കഴിക്കുന്നവരുടെ കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകുന്നതായി പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതിനാൽ കഴിയുന്നത്ര ഗർഭിണികൾ കുങ്കുമപ്പൂ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. മിക്സഡ് ആയിട്ടുള്ള ഫുഡായിരിക്കും അവർക്ക് നല്ലത്. കൂടുതലും പാക്കറ്റ് ഫുഡുകളോ പ്രോട്ടീൻ പാക്കറ്റുകളോ ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ നമുക്ക് വീടുകളിലും ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീൻസും കഴിക്കുന്നതാണ് നല്ലത്. അമിതമായി വണ്ണം വയ്ക്കുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ മധുരത്തിൻ്റെ ഉപയോഗം കുറയ്ക്കണം. അതായത് നിങ്ങൾ പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. എന്നാൽ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലുമുള്ള സ്വീറ്റ്സ് നിങ്ങൾക്ക് കുഴപ്പമില്ല. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം, അതായത് നിങ്ങൾക്ക് ഡയബറ്റിസ് രോഗമുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കൃത്യമായിട്ടുള്ള ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ ഭക്ഷണത്തിൽ അമിതമായി പ്രഗ്നൻ്റ് ആണെന്ന് കരുതി കുറയ്ക്കാൻ പാടില്ല. മറ്റൊരു കാര്യം, പലപ്പോഴും സ്ത്രീകൾ സ്ലിം ബ്യൂട്ടികൾ ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് കാരണം തന്നെ ഇവരുടെ എല്ലാം ശരീരത്തിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വളരെ വ്യക്തമായി പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഭക്ഷണത്തിൽ പ്രോട്ടീൻ കാര്യമായി തന്നെ ഉൾപ്പെടുത്തണം. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഭക്ഷണത്തിൽ തന്നെ പയർവർഗ്ഗങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അവൈലബിൾ ആയിട്ടുള്ള ഫുഡാണ്. അത് നിർബന്ധമായും കഴിച്ചിരിക്കണം. ഒപ്പം തന്നെ മത്സ്യത്തിൻ്റെ ഉപയോഗവും കുറയ്ക്കരുത്. മുട്ടയുടെ മഞ്ഞ നിങ്ങൾക്ക് ഒരു ദിവസം പരമാവധി 1-ൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. എന്നാൽ 2-3 മുട്ടയുടെ വെള്ള നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാം. അത് പ്രഗ്നൻസിയിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻ്റ് തന്നെയാണ്. ഇതുമാത്രമല്ല, ജലാംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ചിലർക്ക് പ്രഗ്നൻസിയിൽ ഓവറായി ടെൻഷൻ വരാറുണ്ട്. ഇത് അവരിൽ, അതായത് 2nd and 3rd ട്രൈമസ്റ്ററിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം. അത് പലർക്കും സ്ത്രീകൾക്ക് പ്രസവത്തോടനുബന്ധിച്ച് പൈൽസ് പോലുള്ള കണ്ടീഷൻസോ, അതായത് പൈൽസോ ഫിഷറോ ഫിസ്റ്റുലയോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കുറയ്ക്കണം. അതായത് പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങൾ, പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡുകൾ എന്നിവ പ്രഗ്നൻസിയിൽ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. എപ്പോഴും നല്ലത് നിങ്ങൾക്ക് ഇലക്കറികൾ, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. ഓട്സ് നല്ലതാണ്. നട്ട്സ് നിങ്ങൾ ഒരു ദിവസം 20 മുതൽ 25 ഗ്രാം വരെ കഴിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ബദാം പ്രഗ്നൻസിയിൽ വളരെ നല്ല ഒരു നട്ട്സ് വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത്തരത്തിൽ നല്ല ഒരു റിച്ച് സപ്ലിമെൻ്റ് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങളുടെ കുട്ടിക്ക് ആരോഗ്യത്തോടു കൂടി തന്നെ വളർന്നു വരുന്നത് കാണാം. കുട്ടികൾക്ക് വെയിറ്റ് കുറവാണെന്ന് ഒരുപക്ഷെ 6-ാം മാസത്തിലെ സ്കാനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോട്ടീൻ ഭക്ഷണങ്ങളുടെ അളവ് കൂട്ടുക. ഡോക്ടർമാർ കൃത്യമായ നിർദ്ദേശം നിങ്ങൾക്ക് നൽകുന്നുണ്ടാവാം. വെള്ളം ധാരാളം കഴിക്കുക. അതോടൊപ്പം കാർബോഹൈഡ്രേറ്റിനെക്കാട്ടിൽ പ്രോട്ടീൻ, ഞാൻ നേരത്തെ പറഞ്ഞ പരിപ്പ് പയർ വർഗ്ഗങ്ങൾ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് രാവിലെ ആയിരിക്കും ഏറ്റവും നല്ലത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. എല്ലാവരും നമ്മുടെ കുടുംബങ്ങളിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.